വീണ്ടും ആ വാശിയേറിയ പോരാട്ടം പുനരാരംഭിക്കുന്നു. ലിയോയുടെ ഇടംകാലിൽ നിന്നും ഉത്ഭവിച്ച സുന്ദരമായൊരു ഷോട്ട് ഗോൾ പോസ്റ്റിന് തൊട്ടുരുമ്പി പോകുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചറി ടൈമിൽ ബാർസ ഒരു കോർണർ വിൻ ചെയ്യുന്നു. റാക്കിട്ടിച്ചെടുത്ത കോർണർ ഗോൾ കീപ്പർ കെയ്ലർ നവാസിനെ മറികടന്ന് മെസ്സിയിലേക്ക്. ഏവരും തലയിൽ കൈവച്ച് പോയ നിമിഷം ഓപ്പൺ ചാൻസ് ലഭിക്കവേ നിർഭാഗ്യവശാൽ പന്ത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു മൊമെൻറ്റോടുകൂടി 1-1 എന്ന സ്കോർ ലൈനിൽ മത്സരം ഹാഫ് ടൈമിലേക്ക്. ഹാഫ് ടൈമിന് ശേഷം ഇരു ടീമുകളും മാറ്റങ്ങളൊന്നും വരുത്താതെ അടുത്ത 45 മിനിറ്റ് ജയം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ കളത്തിലേക്കിറങ്ങുന്നു. റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റം. ബെൻസിമയുടെ ഡേഞ്ചറസ് ലോ ക്രോസ്, പക്ഷേ അവിടെ കൃത്യമായി യാതൊരു പിഴവും വരുത്താതെ പിക്കെ ബാഴ്സയുടെ രക്ഷകനാകുന്നു. ഇവിടെ വീണ്ടും റയലിൻ്റെ ഒരു ആക്രമണം. മാർസലോ ടു ടോണി ക്രൂസിൻ്റെ കേർവിംഗ് ഷോട്ട് കൂളായി ടെർ സ്റ്റെഗൻ അതും തട്ടി അകറ്റുന്നു. റയൽ മാഡ്രിഡ് കൂടുതൽ അപകടകാരികളാകാൻ തുടങ്ങി. പക്ഷേ വീണ്ടും അവർ ആക്രമിക്കുമ്പോഴും അതിനെയെല്ലാം ഒരു പർവ്വതം പോലെ തടയാൻ ബാഴ്സയുടെ കാവൽമാലാക ടെർ സ്റ്റെഗൻ അവിടെ നിലയുറയ്ക്കും. എന്നാൽ ഇവിടെ ടെർ സ്റ്റെഗൻ ആണെങ്കിൽ മറുഭാഗത്ത് കെയ്ലർ നവാസ് എന്ന പോരാളിയാണ്. പിക്കിയുടെ ഹെഡറിനെ അമേസിംഗ് സേവിലൂടെ അവരുടെ ഗോൾ വല സംരക്ഷിക്കുന്നു കെയ്ലർ നവാസ്. മാർസലോ അഗ്നിച്ചിറകുമായി വിങ്ങുകളിൽ പാറി നടക്കുന്ന മാലാക അദ്ദേഹത്തിൻ്റെ ക്രോസിനെ വളരെ ഭംഗിപൂർവ്വം ജോഡി ആൽബ ക്ലിയർ ചെയ്യുന്നു. ഇവിടെ അതിവേഗത്തിലുള്ള അസൻസിയുടെ മുന്നേറ്റം. റൊണാൾഡോ നിർഭാഗ്യമെന്നല്ലാതെ വേറെ ഒന്നും എനിക്കിതിൽ നിന്നും പറയാനില്ല. അൺലക്കി ഫോർ റയൽ മാഡ്രിഡ്. മത്സരം സമനിലയിൽ നിൽക്കെ ഇനിയസ്റ്റയുടെ ഒരു വണ്ടർ പാസ് നേരെ സുവാരസിലേക്ക്. സുവാരസിൻ്റെ വോളി ഷോട്ട്. എന്നിരുന്നാലും കെയ്ലർ നവാസ് എന്ന പോരാളി പർവ്വതത്തിന് തുല്യമായി കൊണ്ട് ഗോൾ വല കുലുക്കാൻ അനുവദിക്കുന്നില്ല. മത്സരം കൂടുതൽ ആവേശത്തിലാകുന്നു. ബാഴ്സയുടെ മുന്നേറ്റങ്ങളെല്ലാം റയൽ തടഞ്ഞിടുന്നു. അതേപോലെ തന്നെയാണ് റയലിൻ്റെ അറ്റാക്കുകളെല്ലാം നിഷ്പ്രയാസം ബാഴ്സയും തടഞ്ഞിടുന്നത്. എന്നാൽ ദൈവം റാക്കിട്ടിച്ചെന്ന ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറെ രക്ഷകനായി അവിടെ പറഞ്ഞയക്കുന്നു. ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക് കെയ്ലർ നവാസിന് യാതൊരു അവസരവും കൊടുക്കാതെ ഗോൾ വലയിലേക്ക് തുളച്ച് കയറ്റുന്നു. ബാർസലോണ ലീഡ്സ് നൗ 2-1. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം റയൽ താരങ്ങളുടെ ആവേശം. അവർ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നേറാൻ തുടങ്ങി. പക്ഷേ റയലിൻ്റെ നായകൻ സെർജിയോ റാമോസ് മെസ്സിയെ ടാക്കിൾ ചെയ്യുന്നു. റഫറി ഹെർണാണ്ടസ് സ്ട്രെയിറ്റ് റെഡ് കാർഡ് പുറത്തെടുക്കുന്നു. റയലിന് അത് വലിയ തിരിച്ചടി തന്നെയാണ്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഈ മത്സരത്തിൻ്റെ എല്ലാ ആവേശവും ആ ഒരു സീനിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം. റാമോസ് പോയതോടെ ബാഴ്സ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങി. ഇവിടെ പിക്കയ്ക്ക് സ്കോർ ബോർഡിൽ 3 ആക്കാമായിരുന്നു. പക്ഷേ കെയ്ലർ നവാസ് സേവ് ചെയ്തുകൊണ്ട് റയൽ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന കാഴ്ച. എല്ലാവരും പ്രതീക്ഷ വെച്ച പോലെ തന്നെ മത്സരത്തിൻ്റെ 85-ാം മിനിറ്റിൽ മാർസലോയുടെ ക്രോസിനെ പകരക്കാരനായി വന്ന കൊളംബിയൻ സ്ട്രൈക്കർ ജെയിംസ് റോഡ്രിഗസിൻ്റെ നൈസ് ടച്ചിലൂടെ ഗോൾ വല കുലുക്കുന്നു. റെഗുലർ ടൈം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ റയൽ ഒപ്പത്തിനൊപ്പം എത്തുന്നു. നൗ റയൽ മാഡ്രിഡ് 2 ബാർസലോണ 2. അസൻസിയോ ഒരു ഷോട്ട് തീർക്കുന്നു. പക്ഷേ ടെർ സ്റ്റെഗൻ ബാഴ്സയുടെ രക്ഷകനായി അവതരിക്കുന്നു. അങ്ങനെ മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അങ്ങ് സ്പെയിന് മുതൽ കേരളത്തിലെ ഓരോ കാൽപന്ത് ആരാധകരും ഒട്ടും വിചാരിക്കാത്ത, അവരൊന്നും ചിന്തിക്കാത്ത ഒരു മൊമെന്റ് നടക്കുന്നത്. അതിവേഗത്തിൽ സെർജിയോ റോബർട്ടോയുടെ മുന്നേറ്റം ജോഡി ആൽബിയിൽ നിന്നും നേരെ മെസ്സിയിലേക്ക്. മെസ്സിയുടെ ബ്യൂട്ടിഫുൾ ഷോട്ടിലൂടെ മഴവിൽ അഴകുപോൽ ഒരു പന്ത് റയലിൻ്റെ വലയിലേക്ക് സ്പർശിക്കുന്നു. സ്കോർ ബോർഡിൽ 3-2. തൻ്റെ 500-ാം ഗോൾ ഒരു മാസ്റ്റർ പീസ് മൊമെന്റിലൂടെ അദ്ദേഹം സ്വന്തമാക്കുന്നു. അതിനുശേഷം മെസ്സി കാണിക്കുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. മാഡ്രിഡ് ആരാധകരുടെ മുന്നിൽ പോയി തൻ്റെ ജേഴ്സി മൂരിയുള്ള ഒരു സെലിബ്രേഷൻ. ഇന്നും അത് കാണുമ്പോൾ ഓരോ ബാഴ്സ ആരാധകർക്കും അതേപോലെ തന്നെ മെസ്സി ആരാധകർക്കും രോമാഞ്ചമാണ്.
എന്നാൽ മറുഭാഗത്ത് റൊണാൾഡോ എന്ന മാന്ത്രികൻ വളരെയധികം ദേഷ്യവും സങ്കടവുമായി അവിടെ നിൽക്കുന്നുണ്ട്. ബാർസലോണ ആരാധകരും അതേപോലെ തന്നെ റൊണോ ഹെയ്റ്റേഴ്സും വേറെ CR7 എന്ന് കളിയാക്കി പറയുകയാണ്. ഇതിന് പകരമായി എന്തേലും കൊടുക്കണമെന്ന് അയാൾ ഉറപ്പിച്ച് വെച്ചെന്നിരിക്കണം. കാരണം ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. വാശിയും വീറുമുള്ള ഈ പോരാട്ടം അങ്ങനെ 3-2 എന്ന സ്കോർ ലൈനിൽ സാക്ഷാൽ മെസ്സിയുടെ മാജിക് കൊണ്ട് വിജയിച്ച് പോയിന്റ് ടേബിളിൽ ഒപ്പം പിടിച്ചിരിക്കുന്നു FC ബാർസലോണ. റൊണോ ആരാധകരും അതേപോലെ തന്നെ മാഡ്രിഡ് ആരാധകരുടെ മനസ്സിലും ഇപ്പോൾ തീയായിരിക്കും. ഇതിന് പകരം ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ മാഡ്രിഡ് ആരാധകർ തിരികെ മടങ്ങുന്നു, ഒപ്പം റൊണാൾഡോയും.